ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇന്നത്തേത് ഉൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിലായി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ DGPക്ക് ഇത് സംബന്ധിച്ച് ബോർഡിൻ്റെ പരാതി എഴുതി കൊടുക്കും. അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും, SIT അന്വേഷണം ആരംഭിക്കും. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ഫലകശില്പം കൊണ്ടുപോയത്. രണ്ടാമത് 2019 ജൂലൈ മാസത്തിലുമാണ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ 17 വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 28 വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്ക് എത്തിക്കുകയും പോറ്റിയത് വെഞ്ഞാറമ്മൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത്. കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായി റിപ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷമുണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദിശയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു. അല്ല, ഇപ്പൊ ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട്. 2025 അതിനെക്കുറിച്ച് തർക്കമില്ല. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിനും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം SITയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയാണ് വേണ്ടത്. ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു. അത് വരാൻ പാടില്ലല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ച് SITയെ നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ?
അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതി വിശ്വാസമില്ലെന്നല്ലേ. ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യില്ലേ നമ്മൾ. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ, സർക്കാരിൻ്റെ നിലപാടുകൾ ഒരേപോലെയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം. 2019 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങൾ ആരൊക്കെ ഉത്തരവാദിയാണ്, ഇനി അതല്ല അതിനു മുമ്പ് 98 സമർപ്പിച്ചവിടെ മുതൽ ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അന്വേഷിച്ച് SIT വെളിയിൽ കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ പങ്ക് വരെ പുറത്തു വരികയാണ്. പത്മകുമാറിന്റെ മകനാണ് രുദ്രാക്ഷമാലയും യോഗദണ്ഡും അറ്റകുറ്റപ്പണിക്ക് ചട്ടവിരുദ്ധമായി അവിടെ നിന്ന് കൈപ്പറ്റിയതും അത് പണി തീർത്തില്ല. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുക. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, X or Y. അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. ഇത്ര വലിയ ക്രമക്കേട് കണ്ടെത്തി, ഇതെല്ലാം ദേവസ്വം മാസ്റ്ററിൽ രേഖപ്പെടുത്തിയതാണ്, വിജിലൻസ് കണ്ടെത്തുന്നു, ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു FIR അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസും തുടർ നടപടികളിലേക്കും പോകാൻ എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മടിച്ചത്? നിങ്ങൾക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്ത് വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാണ് വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പം അല്ല, ഈ അന്വേഷണത്തിനും സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം, മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിലാദ്യം കയറി കോടതി ഒരു തീരുമാനം എടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെന്റ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്തൊരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെന്റ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.